കൊല്ലം പുനലൂർ മുക്കടവ് പാലത്തിന് സമീപം ആളുകേറാമലയിലെ കൊലപാതകത്തിന്റെ നിർണായക തെളിവുകൾ പോലീസിന് ലഭ്യമായിരിക്കുകയാണ്. റബ്ബർ മരത്തിൽ ചങ്ങലക്കിട്ട് താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ചങ്ങല ബന്ധിച്ച പൂട്ടിന്റെ താക്കോലുകളാണ് ഇന്നലെ കാട് വെട്ടിത്തെളിച്ച് നടത്തിയ പരിശോധനയ്ക്കിടയിൽ പോലീസിന് ലഭ്യമായത്. കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയായിരുന്നു കൊല്ലം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ റൂട്ടിലെ ആളുകേറാമലയിലെ ക്രൂര കൊലപാതകത്തിന്റെ നടക്കുന്ന കാഴ്ചകൾ പുറം ലോകമറിഞ്ഞത്. മലയിൽ വിറകും മുളകും ശേഖരിക്കാൻ പോയ ഒരു ഗ്രാമവാസിയാണ് മൃതശരീരം ആദ്യം കാണുന്നത്. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ മൃതശരീരം സ്ത്രീയുടെ ആണോ പുരുഷന്റെ ആണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കത്തിച്ച് വികൃതമാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചത് 40-നും 50-നും ഇടയിൽ പ്രായമുള്ള ഇടത് കാലിന് സ്വാധീനക്കുറവുള്ള ഒരു പുരുഷന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുടർന്ന് സമാനതകളുള്ള മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചെങ്കിലും DNA ഫലം നെഗറ്റീവായിരുന്നു. ഇന്നലെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 20-അംഗ പോലീസ് സംഘം ഈ കാട് അരിച്ചു പറക്കി. മുമ്പും ഇതുപോലെ മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ച് തെരഞ്ഞതായിരുന്നു. അന്ന് കിട്ടാത്ത 2 താക്കോലുകളാണ് ഒരു പ്ലാസ്റ്റിക് ടാഗ് കൊണ്ട് ബന്ധിച്ച നിലയിൽ ഇന്നലെ കിട്ടുന്നത്. മൃതശരീരത്തിൽ കണ്ട പൂട്ടിന്റെ പഴക്കം ഒറ്റനോട്ടത്തിൽ താക്കോലിനോ ബന്ധിച്ച പ്ലാസ്റ്റിക് ടാഗിനോ ഉള്ളതായി തോന്നുന്നില്ല. ഫോറൻസിക് പരിശോധനയിൽ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതാണ്. മൃതശരീരത്തിൽ വരിഞ്ഞു മുറുക്കിയ ചങ്ങല വലുതും ആനയെ ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നീളമുള്ള ഒന്നുമായിരുന്നു. വലത്തെ കൈയും കാലുകളും റബ്ബർ മരത്തിനോട് ചേർത്ത് താഴിട്ടിരുന്നു. ജീവനോടെ ബന്ധിച്ചിട്ട് മുഖത്ത് ആസിഡ് ഒഴിച്ച് പ്രതികൾ മല ഇറങ്ങിയതാകാം അതിനുള്ള സാധ്യതയാണ് പോലീസ് കണ്ടത്. അത്രയ്ക്ക് ക്രൂരമായ ഒരാളെ ജീവനോടെ ഇഞ്ചിഞ്ചായി മരിക്കാൻ വിട്ടതിന്റെ പിന്നിലുള്ള മാരകമായ ഉദ്ദേശം പോലീസ് പഠിക്കുകയാണ്. പ്രതികളെ ഉടൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആകുമെന്ന ഉറച്ച വിശ്വാസം പോലീസിനുണ്ട്. കൊട്ടാരക്കര റൂറൽ SP സംഭവ സ്ഥലം സന്ദർശിക്കുകയും പുനലൂർ DYSPയുടെ നേതൃത്വത്തിൽ 20-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ അന്ന് രൂപീകരിക്കുകയും ചെയ്തതാണ്. ദക്ഷിണ മേഖല DIG സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നു. വളരെ ദുർഘടബാധകൾ ആണ് ഈ മലമുകളിലേക്ക്. അതുകൊണ്ട് തന്നെ സാധാരണ സന്ദർശകർ മുക്കടവിലെ ആളുകേറാമലയുടെ മുകളിലേക്ക് പോകാറില്ല. റബ്ബർ ടാപ്പിംഗ് നിർത്തിയ തോട്ടമായതിനാൽ പൊതുവെ ഇവിടം വിജനമായിരുന്നു. നിരന്തരം മഴ പെയ്തതിനാൽ ദുർഗന്ധം പുറത്തേക്ക് വന്നതുമില്ല. ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ സംഘങ്ങൾ ഏത് രീതിയിലാണ് ഇരയെ മലമുകളിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഈ പരിസരത്തിലൊന്നും CCTV ഇല്ലാതിരുന്നത് കുറ്റകൃത്യത്തിന് കുറ്റവാളികളെ വളരെയധികം സഹായിച്ചു. തുടരന്വേഷണത്തിന് പോലീസ് സമീപ സംസ്ഥാനത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്.